ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ ഇപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് UDF ക്യാമ്പിൽ നിന്ന് വരുന്നത്. സമീപനത്തോടുകൂടിയാണ് എല്ലാ നേതാക്കളും പ്രതികരിക്കുന്നതെങ്കിലും തങ്ങളുടെ വിയോജിപ്പ് UDF-ലെ പല ഘടകകക്ഷികളും വിശിഷ്യ മുസ്ലിം ലീഗ് അടക്കം വ്യക്തമാക്കുന്നുണ്ട്. VD സതീശനോട് വിയോജിക്കുകയാണ് ചില മുസ്ലിം ലീഗ് നേതാക്കൾ. മതരാഷ്ട്രവാദം ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നേരത്തെ പറഞ്ഞ വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തിൽ അവർ മാറ്റം വരുത്തിയെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടില്ല. ഒരു ചർച്ചയുമില്ലാതെയാണ് ജമാഅത്തെ ഇസ്ലാമി UDF-ന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. അവരുടെ പിന്തുണ UDF ആവശ്യപ്പെട്ടിട്ടില്ലെന്നും KM ഷാജി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് എഴുതിയ ലേഖനങ്ങൾ തിരുത്തിയിട്ടില്ലെന്ന് MK മുനീറും പ്രതികരിച്ചു. നമുക്ക് ആ പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം. ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ ഒന്നാണ്, പിന്നെന്തിനാ വേറെ നിൽക്കുന്നത്? ഞങ്ങൾ ഒന്നേ പോരെ. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള വ്യത്യാസമാണോ ഞങ്ങൾ പറഞ്ഞിരുന്നത്, ആ ഐഡിയോളജിക്കൽ ഡിഫറൻസ് നിലനിൽക്കുന്നുണ്ട്. അത് അവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, ഈ ലോകത്തെല്ലാവർക്കും അറിയാം. കുറേ കാലത്തിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. പക്ഷെ അതിനൊക്കെ മുമ്പ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് അങ്ങനെ ഇവരുടെ ഒരു ചർച്ചയിൽ കത്തി നിൽക്കുന്ന കാലഘട്ടം. അന്ന് സത്യത്തിൽ ഞങ്ങളിപ്പം ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള ലേഖനങ്ങളുണ്ട്, പ്രസംഗിച്ച പ്രസംഗങ്ങളുണ്ട്. അതിലൊന്നും ഞങ്ങൾ ഇപ്പോഴും മായം ചേർത്തിട്ടില്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമി ഇങ്ങോട്ട് തന്നതാണ്. പിന്നെ അതിൻ്റെ പേരിൽ വേവലാതിപ്പെടുന്ന മുഖ്യമന്ത്രി ആദ്യം അന്ന് ചെയ്തതിൻ്റെ മാപ്പ് പറഞ്ഞിട്ട് വേണം ഈ ഒരു കാര്യം പറയാൻ. നമുക്കിപ്പോൾ മുബഷീറും ഒപ്പം തന്നെ VS രഞ്ജിത്തും ചേരുന്നുണ്ട്. ആദ്യം KM ഷാജിയുമായി സംസാരിച്ചത് മുബഷീറാണ്. മുബഷീർ, ജമാഅത്തെ ഇസ്ലാമി വിഷയം ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി മണ്ഡലത്തിൽ കത്തിച്ചു നിർത്താൻ LDF ശ്രമിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ വളരെ സംയമനത്തോടു കൂടിയാണെങ്കിലും മുസ്ലിം ലീഗ് നേതാക്കൾ VD സതീശന്റെ പ്രസ്താവനയെ വിയോജിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ KM ഷാജിയുടെ പ്രതികരണത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ഞങ്ങൾ രണ്ടും രണ്ട് ആശയധാരയിൽപ്പെട്ടവരാണ്, മുസ്ലിം ലീഗ് ജമാഅത്തെയും. രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ ഒരുമിച്ച് ലയിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നു. മാത്രമല്ല, നിലപാടുകളിൽ ജമാഅത്തെ ഇസ്ലാമി മാറ്റം വരുത്തിയിട്ടില്ല എന്ന നിലപാടിൽ തന്നെയല്ലേ KM ഷാജി? അതിനർത്ഥത്തിൽ VD സതീശനോടുള്ള വിയോജിപ്പ് കൂടിയല്ലേ മുബഷീർ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പല വേദികളിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ കടുത്ത പ്രസംഗം നടത്തിയ ഒരാൾ കൂടിയാണ് KM ഷാജി. പല പത്രങ്ങളിലും അതുപോലെ തന്നെ മാസികകളിലൊക്കെ തന്നെ ലേഖനം എഴുതിയിരുന്നു. ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ്, ആ രീതിയിലുള്ള താല്പര്യങ്ങൾ വെച്ച് പുലർത്തിയാണ് ജമാഅത്ത് ഇസ്ലാമി രാജ്യത്തും സംസ്ഥാനത്തും പ്രവർത്തിക്കുന്നത്. ഒരു തരത്തിലും സംഘടനയെ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന നിലപാട് പറഞ്ഞിരുന്ന KM ഷാജിയുടെ പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് നേരത്തെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങളിലൊക്കെ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ജമാഅത്ത് ഇസ്ലാമി ഇങ്ങോട്ടേക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ സർക്കാരിൽ ആ ഒരു ഭരണത്തിൽ പൊറുതിമുട്ടിയ RSS പ്രവർത്തകർ ഉൾപ്പെടെ ആ നിലയിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നത് സ്വാഭാവികമാണെന്ന് KM ഷാജി പറഞ്ഞു വെക്കുന്നു. അതേസമയത്ത് തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ നേരത്തെ മുസ്ലിം ലീഗ് എന്ത് നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികൾ തന്നെയാണ്, അവരുടെ ഐഡിയോളജി അവർ മാറ്റിയെന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു പ്രതികരണം മുസ്ലിം ലീഗ് ഈ ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടില്ലെന്നാണ് KM ഷാജി വ്യക്തമാക്കുന്നത്. വിശേഷവും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ കടുത്ത പ്രതികരണങ്ങൾ നടത്തിയിരുന്ന നേതാവ് കൂടിയായിരുന്നു KM ഷാജി എന്നുള്ളത്. മാതൃഭൂമിയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ ആ നിലയിൽ തന്നെയായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ചിരുന്നത്. LDF-ന് വേണ്ടി വിടുപടി ജമാഅത്ത് ഇസ്ലാമി ചെയ്യുന്നു, മതരാഷ്ട്രത്തിനു വേണ്ടി വാദങ്ങൾ ജമാഅത്ത് ഇസ്ലാമി ഉന്നയിക്കുന്നു, അവരുടെ താല്പര്യങ്ങൾ രാജ്യം ചർച്ച ചെയ്യപ്പെടണം, അവരെ അകറ്റി നിർത്തണമെന്നൊരു അഭിപ്രായം മുസ്ലിം ലീഗിനുണ്ടെന്ന് പല കാലഘട്ടങ്ങളിലായി KM ഷാജി പറഞ്ഞതാണ്. അതിപ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള KM ഷാജിയുടെ ഒരു പ്രതികരണത്തിന് പ്രസക്തിയേറുന്നത്. വിശേഷിച്ചും മറുഭാഗത്തെ LDF ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയിലാണ് UDF നിലമ്പൂരിൽ മത്സരിക്കാൻ പോകുന്നതെന്ന വാദം അത് വലിയ പ്രചാരണ വിഷയമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് VD സതീശന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി KM ഷാജി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. VD സതീശൻ എന്താണ് പറഞ്ഞിരുന്നത്? അതായത് ജമാഅത്ത് ഇസ്ലാമി നിലവിൽ സ്വീകരിച്ചു പോന്നിരുന്ന ഈ അത്തരത്തിലുള്ള ആശയങ്ങളിൽ നിന്നൊക്കെ അവർ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു VD സതീശൻ പറഞ്ഞിരുന്നത്. അതിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് എതിർപ്പുണ്ടെന്ന് ആ ഒരു ഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നത് പരസ്യമായി തന്നെ KM ഷാജി ഇപ്പോൾ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ ശേഷിക്കെ KM ഷാജിയുടെ പ്രതികരണവും ആ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അരുൺകുമാർ.